ഇനി നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകാം. അവിടെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം നടക്കുന്നുണ്ട്. രാജ്കുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഡിവൈഎഫ്ഐയുടെ പല രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടു. ഇപ്പോൾ പൊതിച്ചോറ് വിതരണം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധവും അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അർഹിക്കുന്നതാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതിച്ചോറിനെ അത്രയേറെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതെ അതെ, ഉറപ്പായിട്ട്. അമ്മ, നിങ്ങൾ ഈ പൊതിച്ചോറൊക്കെ അല്ലേ കിട്ടുന്ന ഡിവൈഎഫ്ഐ തരുന്ന ഈ പൊതിച്ചോറിനെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ഞങ്ങളൊരു ാണ് ഞങ്ങൾക്കിത് കിട്ടുന്നത് ഏറ്റവും വലിയൊരു സഹായമാണ്. ഉച്ചഭക്ഷണം കിട്ടുക എന്നത് ഡയാലിസിന് വരുന്നത് തന്നെ. ഈ പൊതിച്ചോറ് ഇപ്പോൾ ഡിവൈഎഫ്ഐ കൊടുക്കുന്നുണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ പാർട്ടി സഹാവാണ്, ഇവിടെ സഹായിക്കാനായിട്ട്. പൊതിച്ചോറ് വിതരണത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് ഒരുപാട് രോഗികൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് പേര് ഈ ഒരു സഹായം കൊണ്ട് ഈ ആശുപത്രി കിടക്കുന്നത്. ഇതിനെയാണ് രാഹുൽ മാങ്കൂട്ടം ആക്ഷേപിച്ചത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സഹായം ലഭിക്കുന്നവർക്ക് അത് മനസ്സിലാവും. എത്രയോ വലിയ നേട്ടമാണ് ഉച്ചഭക്ഷണം ഒരു നേരത്തെ പുറത്തു പോയി ഏറ്റവും വലിയ സഹായമായത്. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് അതിനുള്ള മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള മറുപടിയാണ് നമ്മുടെ ജനങ്ങൾ പറഞ്ഞത്. അതേസമയം ഡിവൈഎഫ്ഐ ഇതാണ്ടെ ഇപ്പം നമ്മളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, ദേശാഭിമാനിയുടെ 1-ാം പേജ് വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി, ഇനി അകത്തേക്ക്, പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരൻ. ഈ പറയുന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐക്ക് വളരെ നൊമ്പരമുണ്ട്. അവർ ഉറക്കമഴിച്ച് വർഷങ്ങളായി, പതിറ്റാണ്ടായിട്ട് അവരിപ്പോൾ ഈ കൊല്ലം ജില്ലാ ആശുപത്രി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ട വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ പദ്ധതി കൂടിയാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത്, ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഇപ്പോഴും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളാണ് ഏറെയും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ശരണല്ലേ? ഇതിപ്പോൾ ഇന്ന് ഈ കുണ്ടറ ഡിവൈഎഫ്ഐയുടെ കുണ്ടറ മേഖലാ കമ്മിറ്റിയാണ് ഇവിടെ ഈ പൊതിച്ചോറ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുണ്ടറയിൽ തന്നെയുള്ള അവിടെ മത്സരിക്കുന്ന പെരുന്നാട് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ കൂടിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിന് തയ്യാറായി? നമ്മൾ ഇത് ഇന്ന് തയ്യാറായതെന്നല്ല, ഇതിപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നിരന്തരമായിട്ട് നമുക്ക് ഉപരി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൃത്യതയോടെ തന്നെ ഇവിടെ എത്തിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടു, പലരും രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് വരികയാണ്. അപ്പം അതെന്താണ് അവരുടെ സ്ഥിതി? അവരെ ഇപ്പം കിട്ടാൻ പോലും ഇല്ല. അപ്പം നമ്മൾ അത് ആ ഒളിവിൽ പോയി ജീവിക്കുകയാണ്. അപ്പം നമ്മളെ ഇവിടെ തന്നെയൊക്കെ കാണും, അവരിങ്ങനെ ഓടിയടന്ന് ജീവിക്കും. ഒരു സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ മറ്റൊന്നിനെ ആക്ഷേപിക്കാം. പക്ഷേ ഒരു തരത്തിലും ഒന്നും ചെയ്യാതെ ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന യുവാക്കളെ, യുവതികളെ, അമ്മമാരെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരികയാണ്. ശരി, എന്തായാലും കൂടുതൽ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവിടെ കൂടിയ ജനങ്ങളിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം എത്രത്തോളം രാഹുലിനെതിരെയുള്ള പ്രതിഷേധം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.